ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് വിചാരിക്കേണ്ട, ഷോർട്സ് എടുക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ് കേട്ടോ. എടുത്തിട്ട് പിന്നെ ലോങ് വീഡിയോ ആയിട്ട് കിടക്കട്ടെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കേശപ്പൻ സ്കൂളിലൊക്കെ പോയതിന് ശേഷം ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളെങ്കിൽ പിന്നെ ഫുഡൊന്നും വലിയ വെപ്പൊന്നും ഇല്ലല്ലോ, പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട്. അപ്പോൾ രാവിലെ ഇന്ന് കേശപ്പന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് എന്തായിരുന്നു, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് പിന്നെ എന്തുവാ പ്രത്യേകിച്ച്, സാധാരണ ഞാൻ ഒന്നും വെക്കാറില്ലല്ലോ. അപ്പം എന്താക്കാം ചുമ്മാ ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരുന്നതാണ്. അപ്പോഴാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഞങ്ങൾക്ക് പുട്ടും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ ഈ മുട്ടക്കറി മുട്ടയൊക്കെ തീർന്നു കേട്ടോ, കറി കുറച്ചുണ്ടേ. ഈ കറി ഒന്നെങ്കിൽ ഇനി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം, എടുത്തിട്ട് ഒന്നെങ്കിൽ ചിലപ്പോൾ വൈകിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ നാളെ എടുക്കാം, എപ്പോഴെങ്കിലും എടുക്കാം. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ ഒരു കറിയാക്കി അങ്ങ് മാറ്റി, അതായത് കറിയാണിപ്പോൾ ഉച്ചയ്ക്കത്തെ ചോറിന് പറ്റിയൊരു കറിയാക്കി മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ കറി ഇനി ഫ്രിഡ്ജിൽ വെക്കണ്ട എന്ന് തന്നെ അങ്ങ് എടുക്കാമല്ലോ. അപ്പം ഞാൻ ഉച്ചയ്ക്കത്തേക്ക് എന്തായാലും ചമ്മന്തി വല്ലതും ആക്കും, അപ്പോൾ ഈ കറി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിനെ ഒന്ന് വറുത്ത് കേട്ടോ. അപ്പം ആ കറി മുട്ടക്കറിക്കകത്ത് ഉള്ളി പച്ചമുളക് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും തക്കാളി അങ്ങനത്തെ കാര്യമൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് അതിനെ ഒരു തീയലാക്കി അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് തേങ്ങ തിരുമ്മിയതും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എടുത്തിട്ട് ഒന്ന് വറുത്തെടുത്ത്, അതായത് തേങ്ങ വറുത്തു കുറച്ച് ഡാർക്ക് കളറാവുന്ന വരെ വറുത്ത് കേട്ടോ. എനിക്ക് തീയലൊക്കെ കുറച്ച് ഡാർക്ക് കളറായിട്ടിരിക്കുന്ന ഇഷ്ടം. അപ്പം കുറച്ച് മസാലകൾ കൂടി ചേർത്തിട്ടുണ്ട്, തേങ്ങയും കൂടി ചേർക്കുന്ന ആയതുകൊണ്ട് ഒരു ഇത്തിരി എല്ലാ മസാലയും ഇട്ടു. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടി ഒന്ന് ചേർത്ത് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേ തണുപ്പൊക്കെ പോയിട്ട് പിന്നെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മിക്കവാറും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം രാവിലെ വെക്കുന്ന ഈ മുട്ടക്കറിയൊക്കെ ഉണ്ടല്ലോ, മുട്ട തീർന്ന് ആ ഉള്ളിക്കറി കുറച്ച് ബാലൻസൊക്കെ എപ്പോഴും വരാറുണ്ട്. ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. വലിയ പാടൊന്നും ഇല്ലല്ലോ, കുറച്ച് തേങ്ങ തിരുമണം. ഇതിപ്പോൾ തേങ്ങയും തിരുമണ്ടായിരുന്നു, തേങ്ങ തിരുമിയത് ഇരിപ്പുണ്ടായിരുന്നേ, പുട്ടിന് തിരുമിയതാണ്. അപ്പം ഞാൻ നല്ല പോലെ അരച്ചെടുത്ത് കണ്ടോ, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ആ കറിക്കകത്തോട്ട് ഇട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച്, ഉള്ളിയൊക്കെ വെന്തയാണല്ലോ, ഇനിയിപ്പോൾ അരപ്പൊന്ന് കിടന്നൊന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അരപ്പ് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം, ഉപ്പൊക്കെ ഇട്ടോണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത് തേങ്ങയൊക്കെ ചേർത്തല്ലേ, അപ്പം ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ ഉപ്പും ഒക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ചു. പിന്നെ ഇതിനകത്ത് ഇനി നല്ല വറ്റിച്ച് വേണേലും എടുക്കാം, എങ്ങനെ വേണേലും എടുക്കാം. അപ്പം ഞാൻ കടുക് വറുത്തില്ലേലും കുഴപ്പമില്ല, പക്ഷേ ഞാനൊരു നുള്ളു വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്, പച്ച കറിവേപ്പിലയും കൂടി ഇടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു, കടുകൊക്കെ വറുത്ത് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള ഒരു കറി അങ്ങായി കണ്ടോ. ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നെങ്കിൽ അതവിടെ ഇരുന്നേനെ ചിലപ്പോൾ. പക്ഷേ ഇതായപ്പോൾ ഉച്ചയ്ക്കത്തേക്കൊരു കറിയായിട്ടുണ്ട്. ഇനിയിപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ മാത്രം കഴിച്ചാൽ തീരത്തില്ല, വൈകിട്ടും എടുക്കാം, നാളെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ക്ലേ വെച്ചിട്ട് ചിഞ്ചു ഉണ്ടാക്കിയാണ് കേട്ടോ. ഈ ക്യാരറ്റാണ് ഇത്. അപ്പോൾ കളറൊക്കെ അടിച്ച് വെച്ചിരിക്കും. അപ്പം ഞാനിത് ഇതെടുത്ത് ഈ ഒരു ഇതിനകത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, ഈ ചെടിച്ചട്ടിക്കകത്ത് വെച്ചിരിക്കുക. ഇപ്പം ഞാനൊരു ഭംഗിക്ക്, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ അവൾ ഉണ്ടാക്കിയതാണേ, നല്ല ഭംഗിയുണ്ട്. അവൾ തന്നെ കൊണ്ട് അടുക്കളയിലൊക്കെ വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇതിൻ്റെയാണ് കഴിഞ്ഞ ദിവസം കേശപ്പൻ എടുത്തുകൊണ്ട് നടക്കുന്നത് കാണിച്ചത് ഞാനേ. അപ്പോൾ അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.